കൂടിയാലോ? അത് നീ ഇങ്ങനെ വഴക്ക് കൂടിയാലോ? നീ പിഴങ്ങിയ പിന്നെ എന്റെ ജീവിതം പോയി മുട്ടേ. നീ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട് പോയതാ. അങ്ങനെ എന്തും വീഴാൻ പറഞ്ഞില്ല. വീഴുന്ന വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത അതോർത്തോ. പറയുന്നവർക്ക് അത് പറയാം. തുടരുന്നത് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അവിടെ കയറി കിടന്നോ. പക്ഷെ എന്റെ ദേഹത്ത് തുടരുത്. ഞാൻ പറഞ്ഞ വാക്കുകൾ തെറ്റാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ നീ തരണം. എനിക്കൊന്നും പറയാനില്ല. അതന്നെ ഞാൻ പറയാം. എന്താണ് കേട്ടിട്ടുണ്ടോ? സത്യം മതി. മര്യാദക്ക് മനസ്സിലാവുന്ന ഭാഷയില്ല ഞാൻ പറഞ്ഞത്. എന്നെ തൊട്ടുപോകരുത്. ശരി, ഞാൻ തൊടുന്നില്ല. ചുമ്മാ മാറിയിരുന്ന് നിങ്ങൾ കണ്ടോ. എന്നിട്ട് അവിടെ പോയി. ഞാൻ അങ്ങനല്ലേ? നീ പോകുന്നില്ല. അതോ സുമന്ത്രം മാറി കാണുന്നതിന് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ നോക്കുന്നു, സീരിയൽ നോക്കി തന്നെത്താൻ നോക്കിയിരിക്കുകയാണ്. മോൻ മാറ്റി വരുന്നുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കുന്നില്ല. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? നോക്കി മനസ്സ് മാറ്റി. അപ്പൊ ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ അടുത്ത് വന്നില്ല. കുറച്ചൊന്ന് സെന്റ് ചെയ്യാം. സോറി എങ്ങനെയായിട്ട് പറഞ്ഞപ്പോ അല്ല ഇതിനൊക്കെ കരച്ചിൽ വന്നു. അത് നമ്മൾ കണ്ടു. ഇനി ഉണ്ടാവില്ല. അപ്പൊ വേണ്ട ഞങ്ങൾ ചെയ്തോ. പിടിച്ചു നോക്കിയോ. ഇനി ആര് പറഞ്ഞാലും ഇങ്ങനെ വഴക്കുണ്ടാക്കി എന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ നിമിഷം മുതൽ സ്ഥിരം പെഴുന്നലിക്ക് നാനേ പോലെ. എന്താ ബന്ധം? വാക്ക് ശരീരം തമ്മിലല്ല ബന്ധം. മനസ്സും ശരീരം തമ്മിലല്ല ബന്ധം. മനസ്സും വാക്കും തമ്മിൽ. അല്ല, നീ ജീവനുള്ള ജീവൻ തുടിക്കുന്ന ജീവനുള്ള എന്താ അതിന് പറയാ? ജീവൻ തുടിക്കുന്ന എന്താ പറയാ? നീ തന്നെ പറ. എനിക്കൊന്നും പറയാനില്ല. എന്നാ പിന്നെ ഞാൻ പറയില്ല. അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. മര്യാദക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു. എന്നെ തൊട്ടുപോകരുത്. ശരി, ഞാൻ തൊടുന്നില്ല. ചുമ്മാ മാറിയത് നിങ്ങൾ കാണാമല്ലോ. പക്ഷെ ചുമ്മാ മാറിയത് നിങ്ങൾ കാണാമല്ലോ. മോഹം കൊടുക്കായിരുന്നു. ഇത് നോക്കി തന്നെ ഇരിക്കുകയാണ്. നമുക്കറിയാം. രക്ഷപ്പെട്ട് തന്നെ മോഹം തിരിച്ചു. മാറുന്നുണ്ട് നമ്മുടെ